ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കാലത്തിനൊപ്പം. ജോൺടെക്സ് വെഡിംഗ് കളക്ഷൻസ്, കട്ടപ്പന. ഓണക്കാലത്ത് കലാകായിക പരിപാടികളും മത്സരങ്ങളും നാട്ടിൽ സാധാരണമാണ്. എന്നാൽ അന്യം നിന്നു പോയതും പണ്ടുകാലത്തെ രാജകീയ വിനോദവുമായ പകിടകളി വീണ്ടും ജനകീയമാക്കുകയാണ് കൊച്ചറ ഗ്രാമവേദി. ഈ ഓണക്കാലത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രത്യേക ടൂർണമെന്റ് സംഘടിപ്പിച്ചാണ് പുരാതനമായ പകിടകളിയെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നത്. പകിടകളി എന്ന വിനോദത്തിന് പൗരാണിക കാലം മുതൽ ഭാരതത്തിൽ പ്രചാരമുണ്ടായിരുന്നു എന്ന് പുരാണേതിഹാസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ തെളിയിക്കുന്നു. 4 വശങ്ങളുള്ള അറ്റമുരുണ്ട ദീർഘചതുരാകൃതിയിലുള്ള പകിടയുടെ ഓരോ വശത്തും യഥാക്രമം 1, 3, 4, 6 എന്ന അടയാളങ്ങളുണ്ടാകും. 2 പകിടകൾ കൈവെള്ളയിൽ ചേർത്ത് വെച്ച് ഉരുട്ടി താഴെ വരച്ചിരിക്കുന്ന കളിക്കളത്തിലേക്ക് ഉരുട്ടിവിടുന്നു. പകിട വീഴുന്നതനുസരിച്ചുള്ള എണ്ണം വരച്ചിരിക്കുന്ന കളങ്ങളിൽ കരുക്കൾ കയറ്റി വെച്ച് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കും. പകിട 12 എന്നൊരു ശൈലി തന്നെ വിജയത്തിൻ്റെ അടയാളമായി കണക്കാക്കി പറഞ്ഞു വരുന്നുണ്ട്. കൊച്ചറ, മന്തിപ്പാറ, പഴയ കൊച്ചറ പ്രദേശങ്ങളിൽ കുറേ വർഷങ്ങളായി പകിടകളി മത്സരമായി എല്ലാ വർഷവും നടത്താറുണ്ട്. കൊച്ചറ ഗ്രാമവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തോട് അനുബന്ധിച്ച് ആദ്യമായാണ് മുഴുനീള പകിടകളി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. പഴയകാല രാജകീയ വിനോദത്തിന് പുതുജീവൻ നൽകുന്നതിനും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആവേശകരമായി നമുക്കിവിടെ കാലങ്ങൾക്ക് ശേഷം ഇത്ര മനോഹരമായി ഒരു പകിടകളി സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റി. അത് കൊച്ചറ ഗ്രാമവേദിയുടെ കൊച്ചറയുടെ ഒരു ഐക്യത്തിന്റെ ഭാഗമാണ്. വളരെ മനോഹരമായി നമുക്ക് ഈ വർഷം ആവേശകരമായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ ആവേശത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ക്വാർട്ടർ ഫൈനൽ നാളെ നടക്കും. അത് 8 ടീമുകൾ 4 ആയി മത്സരിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ച ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായ മത്സരങ്ങൾ തിരുവോണ ദിനം വരെ തുടരും. തിരുവോണം നാളിലാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. വിജയികൾക്കുള്ള സമ്മാനത്തെക്കാൾ കൗതുകകരമാണ് മത്സരത്തിൽ പരാജയപ്പെട്ടവർക്കുള്ള സമ്മാനം. ചെറുനാരകം കർഷകനായ ജോസ് പൂവത്തുമൂട്ടിൽ മത്സരത്തിൽ വിജയികളാകാത്ത മുഴുവൻ പേർക്കും ചെറുനാരകത്തിന്റെ ഹൈബ്രിഡ് തൈകൾ നൽകുമെന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. പകിടകളിയുടെ മർമ്മമറിയാവുന്ന 100 കണക്കിന് കാണികളാണ് ആവേശപൂർവ്വം മത്സരം കാണുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കൊച്ചറയിലെ വേദിയിൽ എത്തുന്നത്. പകിടകളി എന്ന പഴയകാല രാജകീയ വിനോദത്തെ തിരികെ കൊണ്ടുവരുന്നതിനും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനുമുള്ള ശ്രമമാണ് ഇവിടെ സംഘാടകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവോണ നാളുകൾ വരെ ഈ കളത്തിൽ പകിടകളിയുടെ വാശിയും ആരവവും നിറയും. കൊച്ചറയിൽ നിന്ന് CS ഇടുക്കി.